ദുർവാസാവ് മുനിയിൽ നിന്നും കുന്തിക്ക് കൗമാരപ്രായത്തിൽ ഒരു വരം ലഭിക്കുന്നു. ഏത് ദേവനെ ആണോ ധ്യാനിക്കുന്നത് ആ ദേവനെ ധ്യാനിച്ചുകൊണ്ട് ഒരു മന്ത്രം ഉരുവിട്ടാൽ ആ ദേവന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ ഒരു പുത്രനെ ജനിക്കുമെന്ന്. കൗമാരപ്രായത്തിൽ വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും അറിയാത്ത ആ പ്രായത്തിൽ കുന്തി ദേവി ദുർവാസാവ് മുനി കൊടുത്ത വരം ഒന്ന് പരീക്ഷിക്കാനായി സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുകയും അതിസുന്ദരനായ കർണൻ എന്ന മകൻ ജനിക്കുകയും ചെയ്യുന്നു. കാതിൽ കുണ്ടലവും മാറിൽ കവചവുമായി ജനിച്ച കർണനെ പക്ഷെ അവിവാഹിതയായ കുന്തിക്ക് സ്വീകരിക്കാൻ സാധിക്കില്ലായിരുന്നു. സമൂഹത്തെ ഭയന്ന അവൾ ആ കുഞ്ഞിനെ എല്ലാ പ്രാർത്ഥനയോടും കൂടി ഒരു ചെറിയ കൊട്ടയിലാക്കി നദിയിലൂടെ ഒഴുക്കി വിടുകയാണ് ചെയ്തത്. നദിയിലൂടെ ഒഴുകി വന്ന കുഞ്ഞിനെ അതിരഥൻ എന്ന സൂതൻ കാണുകയും മക്കളില്ലാത്ത അദ്ദേഹം ആ കുഞ്ഞിനെ എടുത്ത് ഭാര്യ രാധയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സൂതനായ അതിരഥനും ഭാര്യ രാധയും കർണനെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവരുന്നു. അതുകൊണ്ട് കർണനെ സൂതപുത്രൻ എന്നാണ് അറിയപ്പെട്ടത്.